ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്ന ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്നൊരു വാർത്ത പുറത്തുണ്ട്. കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ്. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ലൈംഗികാധിക്ഷേപം നിരന്തരമായി നടത്തുന്ന പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് വിളിച്ചു വരുപ്പിച്ചത്. ആ വിളിച്ചു വരുത്തൽ ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് എടുത്തത്. രാഹുൽ സുരേഷ് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, അത് ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി ബോബി ചെമ്മണ്ണൂർ പ്രതീക്ഷിക്കേണ്ടതാണ് അല്ലേ? ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. വയനാട് നിന്ന് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസം ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഷാജി എന്നൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷാജിയും ബോബി ചെമ്മണ്ണൂരും കേരള പോലീസിന് ഒന്നാണ്. പണത്തിന്റെ ഒരു തരത്തിലുള്ള ഹുങ്കും ബോബി ചെമ്മണ്ണൂരിന് നിയമത്തിൽ ആനുകൂല്യമായി ലഭിക്കില്ല എന്നതിലെ ഉത്തമ സൂചന കൂടിയാണ് ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകും, അതിനുശേഷമുള്ള നടപടികളൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സെൻട്രൽ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷിച്ച ഇന്നലെ പുറപ്പെട്ടത്. ആ സംഘം തന്നെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സ്ത്രീത്വത്തെ അവമാനിക്കുന്നു, അതോടൊപ്പം തന്നെ അപകീർത്തിപരമായ പരാമർശങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇന്നലെ കേസെടുത്തത്. തന്നെ നിരന്തരം ബോബി ചെമ്മണ്ണൂർ വേട്ടയാടുന്നു തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉറപ്പായും ഇത് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി മറ്റ് വിവരങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. അതിലിനി തുടർ നിയമ നടപടി എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിന് നേരിടേണ്ടി വരിക? എങ്ങനെയാണ്? കാര്യം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല, പലയാവർത്തി നിരന്തരം ലൈംഗികാധിക്ഷേപങ്ങൾ നടത്തുന്നു എന്നുള്ളതാണല്ലോ ഹണി റോസിന്റെ പരാതി. അതിന് പിന്നാലെ കുറേയധികം പരാതികൾ വേറെ സെഗ്മെന്റിൽ നിന്നൊക്കെ വരുന്നുമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ബോബി നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണ്? ഹാഷ്മി, വളരെ ക്വിക്കായിട്ടുള്ള ഒരു ആക്ടാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയത്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഹണി റോസ് ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി സെൻട്രൽ പോലീസിൽ കൈമാറുന്നത്. ആ പരാതിയിന്മേൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കേസെടുത്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പെട്ടെന്നുള്ള അറസ്റ്റ്. മുൻകൂർ ജാമ്യത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ കസ്റ്റഡി ഉറപ്പിക്കാൻ പോലീസിന് ആയത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം നടന്നിരുന്നത്. ആ അന്വേഷണമാണ് നിലവിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കസ്റ്റഡി അടക്കമുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. വയനാട് നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ സെൻട്രൽ AC ഓഫീസിലോ അതല്ല എങ്കിൽ DCP ഓഫീസിലേക്കോ എത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ വിവാദമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് ആദ്യമായാണ് ഒരു സെലിബ്രിറ്റി ഇത്തരത്തിൽ വളരെ ശക്തമായി ഒരാൾക്കെതിരെ പേര് പറഞ്ഞ് പരാതി നൽകുന്നത്. ആ പരാതിയിന്മേൽ ആദ്യം 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഒന്ന്, അവർക്കെതിരെ അശ്ലീല കമന്റ് ഇട്ടു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഹണി റോസ് തന്നെ നിരന്തരം വേട്ടയാടുന്ന, തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന, വലക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇനി നിയമത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആനുകൂല്യങ്ങൾക്കുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ബോബി ചെമ്മണ്ണൂരിനെ വിശദമായി ചോദ്യം ചെയ്യും. ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം തന്നെ അപമാനിക്കുന്ന